ഓക്കെ, പൈത്തണിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇന്നലെ നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒന്നാമത്തെ മൊഡ്യൂളിൽ അതിന്റെ തിയറി പാർട്ട് ഇന്നലെ പറഞ്ഞിട്ട് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് തൊട്ട് ഇന്ന് പറയാമെന്നായിരുന്നു ആലോചിച്ചത്. പക്ഷെ അത് നടക്കില്ല, കാരണം ഇന്നലെ നല്ല രീതിയിൽ മടി പിടിച്ചിരുന്നു. അത് മാത്രമല്ല, ഫസ്റ്റ് മൊഡ്യൂളിൽ തിയറി പാർട്ട് അധികം ഇല്ല. തിയറി പാർട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൂടി കൂടിയിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഉള്ളത്. അപ്പം തിയറി പാർട്ട് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അധികം ഇല്ല അതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. Understanding Python identifies variables, keywords, and expressions in statements, evaluation of expressions, operators and operands, operation precedence, indentation. Python control for statements. അതാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ തുടക്കമായിട്ട് വരുന്നത്. ഡിസിഷൻ മേക്കിംഗ്, if else, else, for, while, for else, while else, control statements, pass, continue, break. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂള് ഇന്നത്തെ കൊണ്ട് തീർക്കാം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ മാക്സിമം ഇന്നത്തെ കൊണ്ട് തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഇൻട്രഡക്ഷൻ ടു പൈത്തൺ. പൈത്തൺ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ തമ്മിൽ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈത്തൺ പോലെ വേറെ ലാംഗ്വേജ് ആണ് സി, അതുപോലെ സി പ്ലസ് പ്ലസ്, അങ്ങനെ കുറെ ലാംഗ്വേജ് ഉണ്ട്. പൈത്തൺ എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? പൈത്തൺ ഈസി ടു യൂസ് ആണ്. അത് ഡിസൈൻ ചെയ്ത സമയത്ത് അതിന്റെ ഈസ് ഓഫ് യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പൈത്തൺ പല ആപ്ലിക്കേഷൻസിലും വരുന്നുണ്ട്. പെട്ടെന്ന് പഠിച്ചെടുത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പൈത്തൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതാണ് പൈത്തണിന്റെ മെയിൻ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈത്തൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതാണ്, അതായത് പൈത്തൺ വെച്ചിട്ട് നമുക്ക് എന്ത് കാര്യം, പല കാര്യങ്ങളും, ഒരു സ്പെസിഫിക് കാര്യങ്ങളല്ല, സ്പെസിഫിക് കാര്യം. ഇപ്പം ലിസ്പ് എന്ന പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്. ലിസ്പ് എന്ന ലാംഗ്വേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഫോർട്രാൻ, പ്രോഗ്രാം, അങ്ങനത്തെ കുറെ ലാംഗ്വേജസ്, അതിനെല്ലാം സ്പെഷ്യൽ യൂസ് കേസസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അത് സിസ്റ്റം ലെവലായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതിന്റെ പൊക്കത്താണ് നമ്മൾ ബാക്കി കുറെ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. നമ്മളുടെ ബേസിക് പ്രോഗ്രാംസ് എല്ലാം എന്താണ് മോസ്റ്റ് ബേസിക് ലെവൽ, ഏറ്റവും താഴ്ച ലെവലിൽ വർക്ക് ചെയ്യുന്നത് അസംബ്ലിയിലാണ്. മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന അസംബ്ലിയാണ്. അതിന്റെ താഴത്തേക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറുമെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നത് അസംബ്ലിയാണ്. അപ്പം അത്രയും സിസ്റ്റത്തിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവും അസംബ്ലി ലാംഗ്വേജ് ആയി കഴിഞ്ഞാൽ. അതേപോലെ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള ഓരോ പവേഴ്സ് ഉണ്ട്. പൈത്തന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ടു യൂസ് ആണ്, അത് ജനറൽ പർപ്പസ് ആണ്. എന്ത് കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സി പ്ലസ് പ്ലസ് ഒക്കെ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ ഭയങ്കര എളുപ്പമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പൈത്തൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് പൈത്തന്റെ ഐഡന്റിഫൈസ്. എന്താണ് ഐഡന്റിഫൈസ്? നമ്മൾ ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിന്റെ പല പാർട്ടുകളുണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുള്ളതിൽ അതിൽ വാക്കുകളുണ്ട്, സെന്റൻസസ് ഉണ്ട്, അതുപോലെ പാരഗ്രാഫുകളുണ്ട്. അങ്ങനെ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓരോ വേർഡ്സ് ഉണ്ട്, സെന്റൻസ് ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിലും ഉണ്ട്. അതിനെയാണ് നമ്മൾ അതിന്റെ ഐഡന്റിഫയേഴ്സ്, വേരിയബിൾസ്, കീവേഡ്സ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വാക്ക്, ഒരു സാധാ ലാംഗ്വേജ് എടുത്ത് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പോലെ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ അക്ഷരങ്ങൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന് ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുമ്പോഴേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്, ഓരോ ഓരോ സിംപ്ലസ്റ്റ് ടോക്കൺസ്, ഏറ്റവും ചെറിയ സംഭവത്തെ പറയുന്ന പേരാണ് അതിന്റെ ക്യാരക്ടർ സെറ്റ് എന്ന്. ചിലപ്പോൾ പൈത്തൺ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മലയാളം കയറ്റി എഴുതാൻ പറ്റില്ല. കാരണം എന്താ, അതില് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല, മലയാളം എന്താണെന്ന് പൈത്തൺ അറിയില്ല. അതുകൊണ്ട് അതിന് മനസ്സിലാകുന്ന ഓരോ അക്ഷരങ്ങളെയാണ്, ഓരോ വാക്കുകളെയാണ്, ഓരോ ലെറ്റേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ ക്യാരക്ടർ സെറ്റ് എന്ന്. ഇപ്പൊ പൈത്തൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ക്യാരക്ടർ സെറ്റ്, അതായത് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ സെഡ്, സ്മോൾ എ ടു സ്മോൾ സെഡ്, 0 to 9, അതേപോലെ തന്നെ പല സിമ്പിൾസ്, ഹാഷ്, എക്സ്ക്ലമേഷൻ മാർക്ക്, അങ്ങനെ പല സിമ്പിൾസും ഉണ്ട്. അതൊക്കെയാണ് പൈത്തണിന്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിനി കുറച്ച് വാക്കുകൾ കൂടി ചേർന്ന്, അല്ലെ കുറച്ച് അക്ഷരങ്ങൾ കൂടി ചേർന്ന് ഒരു വാക്കുണ്ടാവില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൈത്തൺ എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറയുന്നതാണ് ടോക്കൺസ്. ഓരോ
വാക്ക്, ഓരോ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് ഒരു വാക്ക് ഉണ്ടാകുന്നത് പോലെ ഓരോ ക്യാരക്ടർ സെറ്റ് കൂടിച്ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കണുകൾ പല രീതിയിലുണ്ടാവാം. ആ ടോക്കണുകളുടെ പല രീതിയിലുള്ളതാണ് ഐഡന്റിഫൈസ്, വേരിയബിൾസ്, കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലിറ്ററൽസ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ഐഡന്റിഫൈസ് എന്താണ്? ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഐഡന്റിഫൈസ്. അതായത് ഇപ്പം ഞാൻ ഒരു പൈത്തൺ പ്രോഗ്രാമിൽ എന്തെങ്കിലും എഴുതുകയാണോ, ഇപ്പം ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് പറയാൻ വഴി വരും. ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വേരിയബിൾ പറയുകയാണെങ്കിൽ ആ വേരിയബിളില് നമ്മൾ കൊടുക്കുന്ന പേരുകൾ, അതാണ് ഐഡന്റിഫയേഴ്സ്. നമ്മളായിട്ട് യൂസർ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്ന വേരിയബിൾസിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം അതേപോലെ ഇപ്പം ഐഡന്റിഫയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അതിന് കുറച്ച് നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഓക്കെ, ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിന്റെ തുടക്കം ഒരിക്കലും ഒരു നമ്പർ കൊണ്ടാവാൻ പാടില്ല. ആ പേരിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ അതില് ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈത്തണിന്റെ ആ ലെങ്ത് ഞാൻ മറന്നുവെങ്കിലും ഇത്ര ലെങ്ത് ഉണ്ട്, ഇത്ര ആദ്യത്തെ ഒരു 10,000 ലെറ്റർ ഉള്ള ഒരു പേര് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സി ആണെങ്കിൽ അത് ആദ്യത്തെ 32 അക്ഷരങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ അത് എളുപ്പം ഒരു വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ ഏതാണ് ഒരു വാലിഡ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്പർ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് ഐഡന്റിഫയർ ആകരുത്. അതേപോലെ തന്നെ കീവേഡുകൾ, പൈത്തണിന് തന്നെ മനസ്സിലാവുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിനാണ് കീവേഡ് എന്ന്. അതായത് പൈത്തൺ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഈ വാക്ക് കണ്ടാൽ അതിന് പൈത്തണിൽ ഇതാണ് അർത്ഥം. അപ്പം അതിന്റെ അർത്ഥം നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് കീവേഡ്സ്. ഐഡന്റിഫയേഴ്സ് നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല, അതിൽ സ്പേസസ് പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടുണ്ട്, പക്ഷെ അണ്ടർസ്കോർ മാത്രമേ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ട് പാടുള്ളൂ. ബാക്കി ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും പാടില്ല. അതേപോലെ കീവേഡ്സ് ആവാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിയമങ്ങളുണ്ട് ഐഡന്റിഫയേഴ്സ്. അടുത്ത വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഡാറ്റയെ നമ്മളുടെ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വേരിയബിൾ. അതായത് ഇപ്പം ഞാൻ ഒരു പ്രോഗ്രാം എഴുതുകയാണ്, ഒരു വലിയ പ്രോഗ്രാം എഴുതുകയാണ്. അതിൽ ഒരു പാർട്ടിൽ എനിക്ക് ഡാറ്റയുണ്ട്. ആ ഡാറ്റയെ എന്തെങ്കിലും ഒരു പേര് വെച്ച് എനിക്ക് വിളിക്കണമല്ലോ. ഇപ്പം എക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, വൈ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെന്ന് ഉണ്ടാക്കാൻ ഞാൻ കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ എന്ത്, കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്, ഒരു പെട്ടി ഉണ്ടാക്കും. ആ പെട്ടിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ആ പെട്ടിയുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ആ പെട്ടിക്കകത്തുള്ള വാല്യൂ നമുക്ക് എടുത്ത് തരും. അതാണ് വേരിയബിൾസ് എന്ന് പറയുക. അടുത്ത കീവേഡ്സ്. കീവേഡ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ് ഉള്ള കാര്യങ്ങളാണ് കീവേഡ്സ്. അതായത് പൈത്തൺ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിന് കുറച്ച് മീനിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ സംഭവങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ, ഇപ്പൊ ക്ലാസ് എന്ന് പറയുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇന്നതാണ് എന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇന്നതാണ് പൈത്തൺ ഓൾറെഡി അറിയാം. അങ്ങനത്തെ കാര്യങ്ങളാണ് കീവേഡ്സ്. അടുത്ത എക്സ്പ്രഷൻ. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമെറ്റിക്സിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താ, ഒരു പ്ലസ് മൈനസ്, പിന്നെ അങ്ങനെ കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, പിന്നെ ഒരു ഈക്വൽ ടു, ഇതൊക്കെ ഉള്ള ഒരു കാര്യമാണ് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ പൈത്തണിലും അതേപോലെ തന്നെയാണ്. എന്തെങ്കിലും കുറച്ച് ഓപ്പറാൻഡുകൾ, കുറച്ച് ഓപ്പറേഷൻസ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വരിയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്. പൈത്തണിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മളൊരു ഭാഷ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഓരോ സെന്റൻസസ് ഇല്ല, ഓരോ സെന്റൻസസിന് പൈത്തണിൽ ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ സ്റ്റേറ്റ്മെന്റ്. കുറെ ടോക്കണുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു വരിയാണ് അതിലൊരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതേപോലെ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻ, ഇപ്പം ബെഡ് മാസ്, ബോട്ട് മാസ്, അങ്ങനത്തെ കുറെ നിയമങ്ങളില്ലേ, അതൊക്കെ നമുക്കറിയാലോ. ഇപ്പം ബ്രാക്കറ്റ് ആദ്യം വരണം, അതേപോലെ തന്നെ എക്സ്പോണന്റ് അത് കഴിഞ്ഞ് വരണം, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, ഈ ഡിവിഷൻ ഈക്വൽ പ്രയോറിറ്റി ആണ്. അങ്ങനത്തെ കുറച്ച് പ്രയോറിറ്റി പ്രസിഡൻസ് ഉണ്ട്. ആ കാര്യം ആ ടേബിൾ ഞാൻ ഇടാം ഇതിന്റെ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ടേബിൾ ഇട്ടേക്കാം. അല്ലെങ്കിൽ GHDയിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഞാൻ GHDയിൽ ആ ലിങ്ക് ഇട്ടേക്കാം. ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. അപ്പം ഈ എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഏത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, A+B ആണോ A*B ആണോ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. പൈത്തണിന് മെയിൻ ആയിട്ട് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനു മുമ്പ് ഓപ്പറാൻഡുകൾ എന്താണെന്ന് പറയാം. ഓപ്പറാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും ഇപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എയും ബിയും അതിലെ ഓപ്പറാൻഡുകളാണ്. എന്തിന്മേലാണോ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നത്, ഏത് രണ്ട് അല്ലെങ്കിൽ ഏത് വേരിയബിളിന്മേലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിന്മേലാണോ ഓപ്പറേഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത്. അതേപോലെ എന്താണോ അവിടെ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ടാവുമല്ലോ. അഡീഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ എന്താ, പ്ലസ്. അതിനാണ് നമ്മൾ അവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്താ, സ്റ്റാർ. അതിനാണ് നമ്മൾ അവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസും. ഈ ഏത് ആദ്യം ഓപ്പറേറ്റ് ചെയ്യും, അതാണ് ഇൻഡന്റേഷൻ. നമ്മള് സി അറിയാവുന്നവർക്ക് അറിയാം. സിയില് നമ്മൾ കർലി ബ്രാക്കറ്റ് യൂസ് ചെയ്തത് എന്തിനാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ഒരുമിച്ച് കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഗ്രൂപ്പ് ഒറ്റ സെറ്റ് ആണ്, അല്ലെങ്കിൽ ഈ കർലി ബ്രാക്കറ്റിന് ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് സാധനമാണ്, ഒരു സെറ്റ് സാധനമാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ അതിൽ കർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ പൈത്തണിൽ പക്ഷെ നമ്മൾ കർലി ബ്രാക്കറ്റ് അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് പറയുന്നതിനാണ് ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാബ് സ്പേസ് അല്ലെങ്കിൽ ഒരു 4 സ്പേസ് അല്ലെങ്കിൽ 8 സ്പേസ് ഏതെങ്കിലും ഒരു സെറ്റ് എമൗണ്ട് ഓഫ് സ്പേസസ് വിടുന്നു. അതായത് ഇപ്പം നേരെ എഴുതി വരുന്ന ഒരു കാര്യത്തിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇച്ചിരി സ്പേസ് നീക്കി എഴുതുന്നു. അതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഈ നീക്കി എഴുതുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ പൈത്തോണിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്യൂട്ട് എന്ന് പറയാം. ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഡന്റേഷൻ, ഒരു സെയിം ഇൻഡന്റേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്യൂട്ട് എന്ന് പറയും. കുറച്ചുകൂടി പൈത്തൺ ഇതിന് പരിചയമുള്ളവരാണെങ്കിൽ അതിൽ നമ്മൾ ഈഫ് എഴുതിയിട്ട് അതിന്റെ താഴത്തെ ടാബ് സ്പേസിൽ നീക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതും. കാരണം എന്താ, അതൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ഈഫിന്റെ കീഴിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഡി എഫ് ഡിഫൈൻ ചെയ്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ കീഴിൽ കുറച്ച് ഒരു ടാബ് സ്പേസ് നീക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതും. വിച്ച് മീൻസ് ഇത് ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിക്കാം. ലോഡിംഗ് പൈത്തൺ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പം if a is greater than b എന്ന് പറഞ്ഞ ഫുൾ കോളം എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ടാബ് ഇട്ടിട്ട് ഇതെല്ലാം ഞാൻ ഒരു ടാബ് ഇട്ട് ചെയ്യുന്നതാണ്. ഇതിന് പറയുന്നത്, ഇതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ, ഇതെല്ലാം ഒരു സ്യൂട്ടിൽ, അതായത് ഒരേ ടാബ് സ്പേസിന്റെ കീഴിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ വെറുതെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴേക്കും ഇതെല്ലാം ഒരേ ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി വരുന്നത് പൈത്തണിന്റെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് അടുത്ത വീഡിയോയിൽ ഇടാം.